ഈ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ഈ ഭാഗത്ത് ഇന്ന് കാട്ടാനക്കൂട്ടമായിരുന്നു പല ഭാഗങ്ങളിലുമായിട്ടുണ്ടായിരുന്നത്. അതിലൊന്നിനെ തെരഞ്ഞു പിടിക്കുക എന്ന അതീവ ദുഷ്കരമായ ഒരു ദൗത്യമായിരുന്നു തുടക്കം മുതൽ വനപാലകർക്കുണ്ടായിരുന്നത്. കാരണം ഇതിന് മുറിവേറ്റതുകൊണ്ട് മാത്രമാണ് തിരിച്ചറിയുന്നത്. ഇപ്പോൾ ആ മുറിവ് ആഴത്തിലുള്ളതുമാണ്. പക്ഷെ പുലർച്ചെ ഇതിനെ കണ്ടെത്തുക എന്നതായിരുന്നു പ്രയാസം. അത് ഏതായാലും ഇതായി ആവുകയും ചെയ്തു. ഇപ്പോൾ കാണുന്നത് ആനയെ അതിനകത്തേക്ക് കയറ്റുവാനുള്ള ശ്രമമാണ്. ലോറിക്കകത്തേക്ക് കയറ്റുവാനുള്ള ഒരു ശ്രമമാണ് ഉള്ളത്. അത് ഏതാണ്ട് അതിൻ്റെ ഒരു മുന്നോട്ട് നീങ്ങുകയാണ് ആ ദൗത്യം. 2 കുങ്കിയാനകളും അതിന് ഇടം വലം നിൽക്കുന്നുണ്ട്. ഒപ്പം മറ്റൊന്ന് അതിന് പിറകിലുണ്ട്. അത് കോന്നി സുരേന്ദ്രനാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എല്ലാ ദൗത്യത്തിലും കോന്നി സുരേന്ദ്രന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്ന ആനയെ ഉന്തി അതിനകത്തേക്ക് കയറ്റുക എന്നതാണ്. കാരണം അരിക്കൊമ്പന്റെ കാര്യത്തിലെല്ലാം നമ്മൾ കണ്ടതാണ് അത്തരം കാര്യങ്ങൾ. അതിൽ ഈ ആനയ്ക്ക് പരിക്കേൽക്കാനും അത് സാധ്യതയുണ്ട്. കാരണം ആന തള്ളിക്കയറ്റുന്നത് പലപ്പോഴും കൊമ്പുകൊണ്ട് കുത്തിയെല്ലാമാണ്. അപ്പോൾ കൂടുതൽ പരിക്കേൽക്കാതിരിക്കാനും ശ്രദ്ധിക്കുകയും വേണം. അതും പപ്പാന്മാരുടെ നിയന്ത്രണത്തിലാണ്. ഏതായാലും ആ ഒരു ദൗത്യത്തിന് തുടക്കമായിരിക്കുന്നു. ആനയെ അതിനകത്തേക്ക് ലോറിക്കകത്തേക്ക് തള്ളിക്കയറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ആനയെക്കുറിച്ച് പറയുമ്പോൾ ഇത് പതിവായിട്ട് ഈ മേഖലയിൽ കാണുമ്പോൾ ആളുകൾക്ക് ഒരു സങ്കടമായിരുന്നു. കാരണം അതിൻ്റെ ഈ അതിൻ്റെ ഒരു മുറിവ് അത് നാൾക്ക് നാൾ വലുതായി വരുന്നു എന്നത്. അതുകൊണ്ട് ഈ ആനയെക്കുറിച്ച് ഈ പരിക്കേറ്റ ആനയെക്കുറിച്ച് ആളുകൾക്ക് പൊതുവിലും വലിയ പരാതികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അതിനോടൊരു അനുകമ്പയും ആർദ്രതയും അവർക്കെല്ലാം തന്നെ ഉണ്ട് താനും. ഇതിനെ ചികിത്സിക്കുക എന്നത്, കാരണം ഒരു കാട്ടുമൃഗമാണ് അത് എങ്കിൽ കൂടിയും അതിനൊരു ചികിത്സ നൽകേണ്ടതുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ജനവാസ കേന്ദ്രങ്ങളിലേക്കെല്ലാം തന്നെ എത്തുമ്പോൾ ഇതിൻ്റെ മുറിവും ആഴവും എല്ലാം തന്നെ അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പലപ്പോഴും ഈ മുറിവിലേക്ക് ചെളിയും പൊടിയും എല്ലാം തന്നെ വാരി നിറയ്ക്കുന്ന ഈ കൊമ്പനെയാണ് പലപ്പോഴും തന്നെ കാണാനായിട്ടെല്ലാം തന്നെ സാധിക്കുന്നത്. അത് വലിയ സങ്കടമുയർത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. അത്തരം സങ്കട കാഴ്ചകളിൽ നിന്ന് ആനയ്ക്ക് ഒരു മോചനം വേണം എന്നത് നാട്ടുകാരുടെ കൂടി ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഇതൊരു കാട്ടാനയാണ്, വലിയ രീതിയിൽ ഭീതി സൃഷ്ടിക്കുന്നുണ്ട്. രാവിലെ എല്ലാം തന്നെ പലപ്പോഴും വീട് മുറ്റത്തെല്ലാം തന്നെ ഏതു സമയം ആന എത്താം എന്നുള്ള ഒരവസ്ഥയിലാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ കഴിയുന്നത്. എങ്കിൽ കൂടിയും ഈ മുറിവേറ്റ ഒരു മൃഗത്തെ കാണുമ്പോഴുള്ള ഒരു സങ്കടം അത് വലുതായിരുന്നു. ഇന്ന് രാവിലത്തെ ആ ദൃശ്യങ്ങൾ അത് കുറെ കൂടി വൈകാരികമായിരുന്നു. കാരണം ഈ മറ്റൊരാന അതിനെ ചേർത്ത് വയ്ക്കുന്നതും ഇതെല്ലാം ചെയ്യുമ്പോൾ ഇവിടെ ചുറ്റുപാടുമുള്ളവർ വളരെ സങ്കടത്തോടു കൂടിയാണ് അത് നോക്കി നിന്നത്. കാരണം അതിൽ വളരെ സൗഹാർദ്ദത്തിൻ്റെ ഒരു ഇടപെടലും കാര്യങ്ങളും എല്ലാം തന്നെ എന്ന രീതിയിലാണ് ആളുകൾ കണ്ടത്. ഇപ്പോൾ ആ ദൗത്യം ഇപ്പോൾ ആനയെ അതിൻ്റെ ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. അതിപ്പോൾ അതിന് തൊട്ട് മുന്നിലേക്ക്, ലോറിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അതിനെ പിറകിൽ നിന്ന് കോന്നി സുരേന്ദ്രനും അടക്കമുള്ള ആനകൾ അതിനെ തള്ളി അതിനകത്തേക്ക് കയറ്റും. തൊട്ട് അതിൻ്റെ ഒരു മുഖത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ അതിനകത്തേക്ക് ആനയെ ആംബുലൻസിന് അകത്തേക്ക് കയറ്റുകയാണ്. ഇപ്പോൾ ഏതാണ്ട് അതിനെ ഒരു തൊട്ട് മുന്നിൽ എത്തിയിരിക്കുന്നു. ആ വാഹനത്തിൻ്റെ തൊട്ട് പിൻഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇപ്പോൾ അതിനെ അടുത്ത ഏതാണ്ട് ചുവടുകളോടുകൂടി അതിനെ പൂർണ്ണമായി അതിനകത്തേക്ക് കയറ്റാൻ കഴിയുമെന്ന് തന്നെയാണ്. ഇപ്പോൾ വീണ്ടും കുങ്കിയാനകൾ ഇടം വലം നിന്നുകൊണ്ട് അതോടൊപ്പം തന്നെ പിറകിൽ നിന്ന് മറ്റൊരാനയും അതിലേക്ക് കയറ്റുക എന്നതാണ്. ഇപ്പോൾ അത് ആദ്യ ചുവട് അതിനകത്തേക്ക് കയറിയിരിക്കുന്നു. പക്ഷേ കയറി ഇറങ്ങുക എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ആന നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു രീതി തന്നെയാണ്. പലപ്പോഴും ഇതിനകത്തേക്ക് ഈ രീതിയിൽ തന്നെയാണ് കയറ്റുന്നത്. ഇതിനകത്തേക്ക് കയറാൻ ഒരല്പം മടി കാണിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും കുങ്കിയാനകളുടെ ഒരു ശ്രമം, വലിയ രീതിയിലുള്ളൊരു ശ്രമം ഇടം വലം നിന്ന് നടത്തുന്നു. ഒപ്പം പിറകിൽ നിന്നും മറ്റൊരാനയുമുണ്ട്. അത് ഒരു പൂർണ്ണതയിലേക്ക് നീങ്ങുക എന്നതാണ്. ഇപ്പോൾ വീണ്ടും കുങ്കിയാനകൾ അതിനെ കുത്തി അകത്തേക്ക് കയറുന്നു. അതിനെ പതുക്കെ അതിനകത്തേക്ക് കാല് വെക്കി കയറുക എന്നത് മാത്രമാണ് നിവൃത്തിയുള്ളത്. അല്ല, മറ്റു വഴികളൊന്നുമില്ല. എന്തായാലും വൈകാതെ ഇതിനകത്തേക്ക് കയറുക. ഒപ്പം ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും എല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട്. കോടനാട് ആണ് അഭയാരണ്യ കേന്ദ്രത്തിലേക്കാണ് ഇതിൻ്റെ മറ്റൊരു വശത്തുള്ള പാതയിലൂടെ അതിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ആന അതിനകത്തേക്ക് ഏതാണ്ട് കയറിയിരിക്കുന്നു എന്നതാണ്. എങ്കിലും അത് പിറകിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും കുങ്കിയാനകൾ ഒരുമിച്ച് അതിനെ അകത്തേക്ക് തള്ളി നിർത്തിയിരിക്കുന്നു. അതിനകത്തേക്ക് തള്ളി കയറ്റിയിരിക്കുകയാണ്. വൈകാതെ ഈ ദൗത്യം അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തും
എന്ന് തന്നെയാണ് ഇപ്പോൾ ഏതാണ്ട് ആന അതിനകത്ത് എത്തിയിരിക്കുന്നതിൻ്റെ ഉറക്കം അതിൻ്റെ മയക്കം പൂർണ്ണമായും മാറിയിട്ടില്ല. അത് ഏതാണ്ട് ചെറിയ രീതിയിൽ ഉണർത്തി നിർത്തുക എന്ന രീതിയിൽ മാത്രമാണ് വെള്ളമൊഴിക്കുകയും മറ്റു കാര്യങ്ങളും കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു അർദ്ധബോധാവസ്ഥയിൽ തന്നെ അതിനെ കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ അതിനകത്തേക്ക് ആനകൾ കുങ്കിയാനകളുടെ ഒരു വലിയ ശ്രമം ഉണ്ട്. അതിനകത്തേക്ക് പൂർണ്ണമായും അതിനെ അകത്തേക്ക് കയറ്റി നിർത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് ലോറിക്ക് പിൻഭാഗത്ത് ഏതാണ്ട് നിർത്തുകയാണെങ്കിലും അതിനകത്തേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അതോടെ ഈ ദൗത്യത്തിന്റെ ഈ ഘട്ടം അത് പൂർത്തിയാകുന്നു എന്നതാണ്. കുങ്കിയ ആനകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് ലോറി ആംബുലൻസിലേക്ക് അതിനെ അനിമൽ ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നു. ഇനി വൈകാതെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്നതാണ്. ഇതിനകത്തേക്ക് ആനകളെ കയറ്റിയിരിക്കുന്നു. കോന്നി സുരേന്ദ്രനും കുഞ്ചുവും വിക്രവും അടങ്ങുന്ന സംഘം, കുങ്കിയ ആനകളുടെ സംഘം അവരുടെ ദൗത്യം ഒരു തവണ കൂടി വിജയകരമായി പൂർത്തിയാക്കുന്നു എന്നതാണ്. ഇപ്പോൾ ആനകളെ അതിനകത്തേക്ക് ആനകൾ ഉപയോഗിച്ച് അതിനകത്തേക്ക് തള്ളി നിർത്തുകയാണ്. പൂർണ്ണമായും അതിന് ഈ വാഹനത്തിനകത്തേക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലേക്ക് അത് കയറിയിട്ടില്ല എന്നതാണ് നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. കുറച്ചുകൂടി ആനകൾ വീണ്ടും അതിനെ തള്ളി അകത്തേക്ക് അതിനെ കയറ്റി നിർത്തുന്നുണ്ട്. കാരണം അതിന്റെ വാഹനത്തിന്റെ പിൻഭാഗമെല്ലാം തന്നെ സുരക്ഷിതമായിട്ട് അത് ബന്ധിപ്പിക്കുകയും കാര്യങ്ങളും എല്ലാം തന്നെ വേണം. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിനെ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ദൗത്യം അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ്. ഈ ഘട്ടം, ഈ വനമേഖലയിൽ നിന്നുള്ള ഈ ഘട്ടം അത് പൂർണ്ണമായും പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി വെല്ലുവിളികളില്ല. ഇനിയിപ്പോൾ അവിടെ കോടനാടേക്ക് എത്തിക്കുക, ആനക്കൂട്ടിലേക്ക് എത്തിക്കുക എന്നതാണ്. ഇനി മറ്റു ദുഷ്കരമായ മറ്റ് വെല്ലുവിളികൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. കാരണം ഇത് കോടനാടേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഇറക്കുകയും മറ്റും ചെയ്യുക എന്നത് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഇനി ഇതിനകത്തുകൂടിയുള്ള വനപാതയിലൂടെ വാഹനം മുന്നോട്ട് പോകും. ഏതായാലും വളരെ സങ്കീർണമായ അതിൻ്റെ ഒരു പല ഘട്ടങ്ങൾ, അതിൽ ഏറ്റവും നിർണായകം ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ്. അത് വിജയകരമായി പൂർത്തിയാക്കുന്നതിനടക്കം സാധ്യമായിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തേക്ക് വാഹനത്തിന്റെ സജ്ജീകരിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് പൂർണ്ണമായും അതിനെ തള്ളി ഒതുക്കി നിർത്തുക അത് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ വാഹനത്തിന്റെ പിൻഭാഗം അത് ലോക്ക് ചെയ്യണം. അതിനുശേഷം സെക്യൂരിറ്റി വാഹനങ്ങളുടെ അകമ്പടിയോടെ ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യും. ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു, ഈ ദൗത്യം ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ നേതൃത്വം നൽകുന്ന DFO ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയ തുടങ്ങിയവരുടെ വലിയ പരിശ്രമം, ഇതിനൊപ്പം നിന്ന ഏതാണ്ട് 120 അംഗ സ്ക്വാഡ്, ഇവരെല്ലാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിന് പിറകിൽ